ഉത്തരേന്ത്യക്കും പശ്ചിമേന്ത്യക്കും മഴ നൽകുന്നതിൽ ആരാവലി മലനിരകൾ വഹിക്കുന്നത് വളരെ വലിയ പങ്കാണ്. എന്നാൽ ഈ വനം ഇന്ന് നാശോന്മുഖമാണ്. വനം കയ്യേറ്റം, ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇവയെല്ലാമാണ് പ്രധാന വെല്ലുവിളികൾ. ആരാവലിക്ക് മുകളിൽ അതിരാവിലെ സൂര്യൻ ഉദിക്കും. പിന്നെ മലനിരകളിൽ എവിടെ നോക്കിയാലും ഖജേരി വൃക്ഷങ്ങളാകുമെന്നാണ് പഴമൊഴി. ഖജേരിക്ക് പേരുകൾ പലതുമുണ്ട്. ആൾവാർ മേഖലയിലെത്തിയാൽ ഖജേരി ഖജേടിയാകും. ഖജേരി വൃക്ഷം മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തും. ഉത്തരേന്ത്യയിലും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലും മഴ പെയ്യിക്കും. ഭൂമിയിൽ ആഴ്ന്നിറങ്ങുന്ന അടിവേരുകൾ ജലം സംരക്ഷിക്കും. പണ്ടെല്ലാം ആരാവലി എന്നാൽ ഖജേരി വൃക്ഷങ്ങളുടെ കൂട്ടായ്മയായിരുന്നു. എന്നാൽ ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന ഖജേരി വൃക്ഷം ആരാവലിയിൽ ഒരു അപൂർവ കാഴ്ചയാണ്. വൃക്ഷത്തെ കാണണമെങ്കിൽ ഇന്ന് ഉൾവനങ്ങളിലേക്ക് പോകണം. ഇതൊരു നീരുറവയായിരുന്നു. എന്നാൽ നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാവും, ഇവിടെ തീരെ വെള്ളമില്ല. ഒരുപാട് നദികളുടെ ഉത്ഭവസ്ഥാനമാണ് ഇന്നും ആരാവലി. എന്നാൽ പല നദികളും തന്നെ വറ്റി വരേണ്ട അവസ്ഥയിലാണ്. This is very important tree. When these trees are flowering, just like a flame of fire also called. पूरा ऐसे लगता है जैसे पूरे जंगल में एकदम लाल रेड कलर एकदम दिखाई. हाँ, तो इससे लगता है जैसे जंगल में आग लग गई हो. അകലെ നിന്ന് നോക്കിയാൽ കാട്ടുതീ പോലെ തോന്നുന്ന ഒരു വൃക്ഷമുണ്ട്. ആരാവലിയിൽ എവിടെ നോക്കിയാലും കാണുന്ന മറ്റൊരു വൃക്ഷം പലാഷ്. വൻവൃക്ഷങ്ങളെല്ലാം നാമാവശേഷമായപ്പോൾ പുൽപടർപ്പുകളും കാട് മുഴുവൻ വ്യാപിച്ചു. ഈ വൃക്ഷത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതാണ് ഡോക്ക് വൃക്ഷം. ഡോക്ക് വൃക്ഷം എന്നാൽ ആരാവലിയുടെ ഒരു പ്രതീകമായാണ് അറിയപ്പെടുന്നത്. കാരണം ഈ മേഖലയിലെ ജലം സംരക്ഷിക്കുന്നതിൽ ഈ മരത്തിന് വലിയ ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മരത്തെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ മേഖലയിലെ ജനങ്ങളെല്ലാം കാണുന്നത്. എന്നാൽ ഡോക്ക് വൃക്ഷങ്ങൾ പല ആവശ്യങ്ങൾക്കായി വെട്ടുന്നത് വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ക് വൃക്ഷങ്ങളെ സംരക്ഷിച്ചാൽ മാത്രമേ ഈ മേഖലയിലെ ജലസംരക്ഷണം ഉറപ്പുവരുത്താൻ സാധിക്കൂ. ഉൾവനത്തിലൂടെയുള്ള ട്രക്കിംഗ് പകുതിയോളം എത്തിയപ്പോൾ ഒരു ഖജേരി വൃക്ഷത്തെ കണ്ടെത്തി. 100 വർഷത്തിലേറെ പഴക്കമുള്ള ഖജേരി വൃക്ഷം. ഈ വൃക്ഷത്തിന് ഒരു വലിയ ചരിത്രമുണ്ട്. This is a khejdi tree. This is called shami tree also. This is very important tree. State tree of Rajasthan. And the first history of save tree movement in India for this species of tree, which is Khejdi movement. വർഷം 1730. അഭയ് സിംഗ് ചക്രവർത്തി രാജസ്ഥാനിലെ മാർവാർ മേഖല അടക്കി വാഴുന്ന കാലം. രാജാവ് കൊട്ടാരത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഖജേരി തടിവെട്ടാൻ സൈന്യത്തെ അയച്ചു. വിവരമറിഞ്ഞ നാട്ടുകാർ അമൃതാദേവി എന്ന വീട്ടമ്മയുടെ നേതൃത്വത്തിൽ സംഘടിച്ചു. അവർ ഖജേരി വൃക്ഷത്തെ പുൽകിക്കൊണ്ട് ചെറുക്കാൻ ശ്രമിച്ചു. സൈനികർ ആദ്യം അമൃതാദേവിയുടെ 3 പെൺകുട്ടികളുടെ തല അറുത്തു. പിന്നീട് അമൃതാദേവിയുടെ തല വെട്ടിമാറ്റി. പിന്നാലെ മരം മുറിക്കുന്നതിനെ ശക്തമായി ചെറുത്ത 363 ഗ്രാമീണരെ കൊലപ്പെടുത്തി. പശ്ചാത്താപം തോന്നിയ അഭയ് സിംഗ് ചക്രവർത്തി ഖജേരി വൃക്ഷങ്ങൾ മുറിക്കില്ലെന്ന് ശപഥം ചെയ്തെന്നാണ് കഥ. പതിറ്റാണ്ടുകൾക്കിപ്പുറം ഖജേരി വൃക്ഷം രാജസ്ഥാന്റെ ഔദ്യോഗിക വൃക്ഷമാണ്. ഖജേരിയുടെ പേരും പെരുമയും വർദ്ധിച്ചു. പക്ഷേ ആരാവലിയുടെ ഹൃദയം പിളർന്നുള്ള ഖനനത്തോടൊപ്പം ഖജേരി വൃക്ഷങ്ങളും കൂട്ടത്തോടെ വെട്ടിനിരത്തപ്പെട്ടു. You looks agar upper layer of that tila, there are some birds whole, they are nesting there.
That is the home of that birds. It is birds species of ababil. It's called. പരിസ്ഥിതിയിലും കാലാവസ്ഥയിലുമുണ്ടായ മാറ്റങ്ങൾ ജീവജാലങ്ങളിലും കാണാം. വൃക്ഷങ്ങളിൽ കൂടൊരുക്കിയിരുന്ന പക്ഷികൾ മൺതിട്ടുകളിൽ പൊത്തുകളുണ്ടാക്കി പുതിയ വാസസ്ഥലങ്ങൾ കണ്ടെത്തി. വനവും കാടും നീരൊഴുക്കുകളും വറ്റിവരണ്ടപ്പോൾ വെള്ളം തേടി മൃഗങ്ങൾ മാത്രമല്ല കാട്ടുപക്ഷികളും നാട്ടിലേക്ക് പോകുന്നു.